ഏലിയൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ക്വസ്റ്റ്യനൊക്കെ ഒരു റെസ്പോൺസ് ആയിട്ട് ഗവൺമെന്റ് UFO ഫയൽസ് റിലീസ് ചെയ്ത ന്യൂസ് ഒക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഇപ്പോഴും അവരെന്താ പറയുന്നേ? വി കാൻ ഫുള്ളി എക്സ്പ്ലെയിൻ എവറിത്തിങ്. അതായത് അവർക്കെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ അവരെന്തോ സ്ട്രേഞ്ച് അവരെല്ലാവരും കണ്ടിട്ടുണ്ട്. പക്ഷെ അപ്പൊ കറന്റ് സിറ്റുവേഷൻ എന്താ സൂചിപ്പിക്കുന്നേ? സംതിങ് അൺഎക്സ്പ്ലെയിൻഡ് എക്സിസ്റ്റ്. എന്റെ ക്വസ്റ്റ്യൻ അതൊന്നല്ല. നമ്മൾ ഇന്ന് ഈ UFO എന്ന് വിളിക്കുന്ന ഈ സീക്രട്ട് കുറെ വർഷങ്ങൾക്ക് മുന്നും, അതായത് ഈ ആൻഷ്യൻ സിവിലൈസേഷൻസ് അവരും കണ്ടു കാണില്ലേ? ആ മനുഷ്യർ അതിനെ എന്തായിരിക്കും വിളിച്ചിട്ടുണ്ടായിരിക്കുക? അതായത് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്തെങ്കിലും സംതിങ് സ്ട്രേഞ്ച് ഒബ്ജക്ട്സ് ആകാശത്ത് കാണുമ്പോൾ അവരും അതിനെ എന്തെങ്കിലും പേരിട്ട് വിളിച്ചിരുന്നിരിക്കണം. ബിക്കോസ് അന്ന് ടെക്നോളജി ഇല്ല, ഈ സ്പേസ് ക്രാഫ്റ്റ്, അതുപോലെ എക്സ്ട്രാ ടെറസ്ട്രിയൽ ലൈഫ് എന്നൊക്കെ പറയുന്ന വേർഡ്സ് പോലും ഇല്ല. അപ്പൊ അവരെന്തായിരിക്കും അതിനെ വിളിച്ചിട്ടുണ്ടാവുക? ആൻഷ്യൻ സുമേറിയൻ മിത്തോളജിയിലെ അനോനാക്കീസ്, നോസ് മിത്തോളജിയിലെ ഐസർ, ഗ്രീക്ക് മിത്തോളജിയിലെ ടൈറ്റൻസ്. ഇതൊന്നും നുണയാണെന്ന് പറയാനുള്ള പ്രൂഫ് നമ്മളുടെ ഇല്ല. എന്നാൽ നമുക്ക് ഇതെല്ലാം കംപ്ലീറ്റ് മനസ്സിലായിട്ടുണ്ട് എന്ന് പറയാനുള്ള പ്രൂഫും ഇല്ല. അപ്പൊ മനുഷ്യർ ഡിഫറെന്റ് ടൈമിൽ അവർക്ക് മനസ്സിലാകാത്ത ഒബ്ജക്ട്സിനെ പല പേരിൽ വിളിച്ചിരുന്നു എന്നതാണ് എനിക്ക് മനസ്സിലാവുന്നത്. നിങ്ങളുടെ ഒപ്പീനിയൻ എന്താ?